നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെ. വിശുദ്ധീകരണത്തെ പറ്റിയാണ് ഇന്ന് വചനം തിരുവചനം പ്രോഗ്രാമിൽ നമ്മൾ ചിന്തിക്കുന്നത്. 1 തെസ്സലോനിയർ 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: യുവർ സാങ്ക്ടിഫിക്കേഷൻ ഇസ് ദ വിൽ ഓഫ് ഗോഡ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് നാം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം മക്കളായ നമുക്ക് തരുന്ന മറുപടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുന്ന അഭിഷേകവും നമ്മുടെ വിശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം എത്രമാത്രം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നുവോ സമർപ്പിക്കുന്നുവോ അത്രമാത്രം വിശുദ്ധീകരണം നമ്മിൽ സംഭവിക്കുന്നു. നാം എത്രമാത്രം വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നോ അത്രമാത്രം വിശുദ്ധരാകാനേ നമുക്ക് സാധിക്കൂ. നമ്മുടെ ആഗ്രഹത്തിന്റെ അപ്പുറം നമ്മെ വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. കാരണം ദൈവം നമ്മുടെ വില്ലിൽ സ്പർശിക്കുന്നവനല്ല, നമ്മുടെ ഇച്ഛയിൽ ദൈവം ഒരിക്കലും തൊടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ എങ്ങനെയാണ് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മൾ ഈ വചനം തിരുവചനത്തിൽ ചിന്തിക്കുകയാണ്. ഒന്നാമതായി, യേശുവിന്റെ രക്തത്തിലൂടെ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവും പാളയത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. ക്രിസ്തുവും കവാടത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. പ്രിയപ്പെട്ടവരെ, സ്വന്തം ജനത്തെ തന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവും കവാടത്തിന് പുറത്തു വച്ച് പീഡനമേറ്റു. എന്താണ് ഈ കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികൾ ഇരുന്നത് കവാടത്തിന് പുറത്താണ്. കർത്താവ് കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേൽക്കുന്നു എന്നതിന്റെ അർത്ഥം പാപികളായ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി ഒരു പകരക്കാരനായി യേശു തീരുകയാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: സ്വർഗത്തിൽ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്: കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധീകരിച്ചവരാണ് ഈ കടന്നു വരുന്നത്. കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധീകരിച്ചവരാണ് ഈ കടന്നു വരുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം തിരുവചനം പറയുന്നു: രക്തം ചിന്താതെ പാപമോചനം ഇല്ല. ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: മനുഷ്യന് തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധ്യമല്ല. ക്രിസ്ത്യാനിറ്റിയെ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. കർത്താവ് മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധ്യമല്ല. ഇത് വേറെ ആരും പഠിപ്പിക്കുന്നില്ല. കുറെ സൽപ്രവൃത്തികൾ ചെയ്താൽ, കുറെ നല്ല കാര്യങ്ങൾ ചെയ്താൽ, കുറെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്നു രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അത് പാപിയായ മനുഷ്യന്റെ രക്തം ചിന്തിയാൽ പോരാ, പാപമില്ലാത്ത രക്തം ചിന്തണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു കുറവുമില്ലാത്ത ഒരു കുഞ്ഞാടിനെ തന്നെ, രോഗങ്ങളോ കുറവുകളോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുന്നത് എന്തിന്റെ പ്രതീകമാണ്? സമയത്തിന്റെ പൂർണ്ണതയിൽ കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത രക്തത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വചനം വ്യക്തമായിട്ട് പറയുന്നു, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന സത്യം ബൈബിൾ ആവർത്തിച്ചു പറയുന്നതും ഈ സത്യം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. രക്തം എവിടെ ചിന്തപ്പെട്ടിട്ടില്ലയോ അവിടെ പാപമോചനം ഇല്ല. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ബൈബിൾ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. രക്തം ചിന്താതെയുള്ള പാപമോചനം ബൈബിളിന്റെ പഠിപ്പിക്കൽ അല്ല. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ദൈവം ചെയ്തു തന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. നമ്മുടെ പാപം നമുക്ക് തന്നെത്താനെ കഴുകിക്കളയാൻ പറ്റത്തില്ല എന്ന് കണ്ട ദൈവം
നമുക്ക് വേണ്ടി അത് ചെയ്തു തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ 2 മാസം 1 മാസമൊക്കെ പ്രായമുള്ളപ്പോ മലമൂത്ര വിസർജനം നടത്തിയ കുഞ്ഞുങ്ങള്, അവർക്ക് തന്നെത്താനെ എഴുന്നേറ്റ് ഇതൊന്നും കഴുകിക്കളയാൻ പറ്റത്തില്ല. അവർക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അവിടെ കിടന്ന് നിലവിളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവര് കരയുമ്പോൾ മാതാപിതാക്കള് അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചിമാര് ചേട്ടന്മാര് ആരെങ്കിലും ഓടിച്ചെന്ന് ഈ കുഞ്ഞിനെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഇതുപോലെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. വ്യഭിചാരം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പാവപ്പെട്ടവന് 5 ദോശയും ചമ്മന്തിയും വാങ്ങിച്ചു കൊടുത്താൽ പോകുന്നതല്ല അവന്റെ വ്യഭിചാരം. കൊലപാതകം ചെയ്ത ഒരു വ്യക്തി ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് വെച്ചു കൊടുത്താൽ പോകുന്നതല്ല അവന്റെ കൊലപാതകത്തിന്റെ പാപം. ലോകത്തിൽ അനേക മനുഷ്യർ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും പാപമില്ലാത്തവനായി ജീവിക്കുകയും പാപമില്ലാത്ത രക്തം ചിന്തുകയും ചെയ്തു. അതുകൊണ്ട് ഏത് വ്യഭിചാരത്തിൽ വീണവനും ഏത് കൊലപാതകിക്കും കുരിശിന്റെ ചുവട്ടിലേക്ക് എളിമയോടെ കടന്നു ചെന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ അവളുടെ പാപങ്ങൾ സൗജന്യമായി ക്ഷമിച്ചു കൊടുക്കുന്നു, നീതീകരിക്കുന്നു. ഒരു പൈസ പോലും വാങ്ങിക്കുന്നില്ല. ദൈവം നമ്മോട് ഒന്നും ചെയ്യാൻ പറയുന്നില്ല, തലകുത്തി നിൽക്കാൻ പറയുന്നില്ല, അവിടെ പോകാൻ പറയുന്നില്ല, ഇവിടെ പോകാൻ പറയുന്നില്ല. യേശുവിന്റെ കുരിശിന്റെ താഴേക്ക് മാത്രമേ വരാൻ പറയുന്നുള്ളൂ. യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ആ മലയിലോ ഈ മലയിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാത്ത സമയം കടന്നു വരുന്നു. സ്ത്രീയെ, അതിന്റെ കാലം കഴിഞ്ഞുപോയി. ഇതാ കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ മരിക്കുന്നു. അവന്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുന്ന ആർക്കും അവന്റെ പാപങ്ങൾ കഴുകപ്പെട്ട് കിട്ടുന്നു. ഇതാണ് സുവിശേഷം. പക്ഷെ പലപ്പോഴും ഇത് മനുഷ്യർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു വലിയ തെറ്റ് ചെയ്ത് അവൻ ജയിലിൽ കിടക്കുകയാണ്. അവനെ രാജാവ് തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുറ്റവാളിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ രാജാവിനോട് വളരെ അടുപ്പമുണ്ടായിരുന്നതിനാൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇവനെ തൂക്കിക്കൊല്ലുന്നതിൽ നിന്നും രക്ഷിക്കുവാനുള്ള പത്രം ഒപ്പിട്ട് വാങ്ങിച്ചു. അത് ഒരു പോലീസ് ഓഫീസർ ജയിലിൽ കൊണ്ടുവന്ന് ഇയാളുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. എടാ, ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. വലിയ ദേഷ്യം വന്ന ഈ കുറ്റവാളി ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകാതെ തന്നെ തൂക്കിക്കൊലയിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നുവെന്ന് രാജാവ് എഴുതിയ ആ പേപ്പർ അത് വായിച്ചു നോക്കാതെ ഇയാൾ ഇത് വലിച്ചു കീറി തുണ്ടം തുണ്ടമാക്കി വലിച്ചെറിഞ്ഞു. കുറെ കഴിഞ്ഞിട്ടാണ് വേറൊരു പോലീസ് ഓഫീസർ പറഞ്ഞു, നീ എന്താ ചെയ്തെന്ന് നിനക്കറിയാമോ? രാജാവ് നിന്നെ തൂക്കിക്കൊലയിൽ നിന്ന് രക്ഷിച്ച കടലാസാണ് നീ വലിച്ചു കീറി കളഞ്ഞത്. നീ അത് വിശ്വസിച്ചില്ല. അവൻ തലയിൽ കൈവച്ച് വാവിട്ട് നിലവിളിച്ചു. പിറ്റേ ദിവസം അവനെ തൂക്കിക്കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെ നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു ക്രിസ്തു സകല ജാതി മതത്തിലുള്ള മനുഷ്യർക്കും വേണ്ടി കുരിശിൽ മരിച്ചു. രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് യേശുവിന്റെ രക്തം ചിന്തപ്പെട്ടു. സൗജന്യമായി പാപിക്ക് സ്വർഗമുണ്ട്. ഇതാണ് സുവിശേഷം. പക്ഷെ പലരും ഇത് വിശ്വസിക്കാതെ വലിച്ചു കീറി കളഞ്ഞിട്ട് അവരുടേതായ ടെക്നിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നു, മനുഷ്യ, നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ആസ്തി നിനക്കില്ല. നിന്റെ പാപത്തിന്റെ കടം വീട്ടാനുള്ള ആസ്തി 750 കോടി ജനങ്ങൾക്കും ഒരുമിച്ച് നിന്നാലും സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിന് കുരിശിൽ മരിക്കേണ്ടി വന്നു. അത്രയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നതുകൊണ്ട്, നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ദൈവം അത് ചെയ്തു. ഒരു കാര്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കണം. ദൈവത്തിന് മറ്റേതെങ്കിലും വഴിയിൽ നമ്മെ സ്വർഗത്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ദൈവം യേശുവിനെ പട്ടാളക്കാർക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. 600 പട്ടാളക്കാരുടെ തുപ്പൽ യേശു ഏറ്റുവാങ്ങുവാൻ പിതാവ് യേശുവിനെ വിട്ടുകൊടുക്കുമായിരുന്നു. കുരിശിൽ നഗ്നനായി കെട്ടിത്തൂക്കി ഒരു വലിയ കുറ്റവാളിയെ പോലെ മണിക്കൂറുകൾ കെട്ടിത്തൂക്കിയിടാൻ വിട്ടുകൊടുക്കുമായിരുന്നു? ഇല്ല. മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ, മനുഷ്യനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ ദൈവം അത് ചെയ്തു. വചനം പറയുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നവന് യേശുവിന്റെ രക്തത്തിന്റെ കഴുകലുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം തിരുവചനം. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ ഹിമാലയത്തിൽ സുവിശേഷം പറയാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് 120 വയസ്സ് പ്രായമുള്ള ഒരു സന്യാസി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്യാസി കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, സന്യാസി, നിങ്ങൾ ലോകരക്ഷകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകരക്ഷകൻ ആരാണെന്ന് അറിയാമോ? ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ,
ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, അവന്റെ പേരാണ് യേശു ക്രിസ്തു. സാധു സുന്ദർ സിംഗ് ചോദിച്ചു, സ്വാമി, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ആരെങ്കിലും സുവിശേഷവുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ സുന്ദർ സിംഗ് ചോദിച്ചു, പിന്നെ അങ്ങ് എങ്ങനെയാണ് യേശുവിനെ പറ്റി അറിഞ്ഞത്? ഉടനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ നരച്ച താടി തടയിക്കൊണ്ട് പറഞ്ഞു, മകനെ, വർഷങ്ങളായി, ഏതാണ്ട് 20 വയസ്സായപ്പോൾ ഞാൻ ഈ കാട്ടിലെത്തിയതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവത്തെ കാണണം. ദൈവം ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആ ദൈവത്തെ കാണാൻ വേണ്ടി വർഷങ്ങളോളം ഞാൻ പ്രാർത്ഥിച്ചു. ഏതാണ്ട് 20-25 വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു രൂപം എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ശിരസിൽ മുൾമുടി, തോളിൽ ഒരു കുരിശ്, രക്തമൊലിക്കുന്നു. ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ പറഞ്ഞു, നീ തേടിക്കൊണ്ടിരുന്ന ലോകരക്ഷകൻ ഞാനാണ്, എന്റെ പേരാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രം രക്ഷകനല്ല, ലോകത്തിലുള്ള സകലരുടെയും രക്ഷകൻ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇരുന്നു കൊണ്ട് call upon the name of Jesus, യേശുവിന്റെ പരിശുദ്ധമായ നാമത്തെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട്, നിങ്ങൾ ആരോ ആയിക്കോട്ടെ, ഏത് ജാതി മതത്തിലോ പെട്ട വ്യക്തി ആയിക്കോട്ടെ, പാപങ്ങൾ ക്ഷമിച്ചു കിട്ടാൻ കർത്താവിന്റെ നാമം വിളിക്കുക. യേശുവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം നിങ്ങളുടെ മേൽ വീഴുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒരു പഞ്ഞിക്കെട്ട് പോലെ പറക്കുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നവൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. രണ്ടാമതായി, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടത്തെ വചനമാണ് സത്യം. അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടത്തെ വചനമാണ് സത്യം. 2 തിമോത്തി 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതമാണ്. അവ ശാസനത്തിനും പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. കാണുക, ദൈവത്തിന്റെ വചനം, എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശ്വാസമുള്ളതാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പത്രം വായിക്കാൻ 1 മണിക്കൂർ എടുക്കുന്ന ദിവസം കൂടുതൽ പ്രലോഭനങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നു. എന്നാൽ ഒരു 5 മിനിറ്റ് പത്രം വായിക്കുകയും 1 മണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ദിവസം ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. ഒന്ന്, ലോകത്തിന്റെ മാലിന്യങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. പത്രം വായിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾ അറിയണം. പക്ഷേ മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടാൻ നമ്മൾ അനുവദിക്കരുത്. പകരം ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്തിന്റെ മുൻപിൽ നമ്മൾ കൂടുതൽ സമയം ഇരിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിപൂർണതയിൽ വളരുവാൻ സാധിക്കും. നമുക്കെല്ലാം കുളിക്കുന്നത് ഇഷ്ടമല്ലേ? നമ്മൾ ഓരോ പ്രാവശ്യം ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വരുമ്പോഴും നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഊർജ്ജസ്വലരായി കാണപ്പെടും, നല്ല ചൈതന്യമുള്ളവരായി കാണപ്പെടുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ അരമണിക്കൂർ ഇരിക്കുന്നത് ഒരു കുളി നമ്മൾ സ്വീകരിക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെയാണ്. നമ്മൾ വചനം വായിച്ചു കഴിയുമ്പോൾ കഴുകപ്പെട്ടവരായി, സോപ്പ് തേച്ച് കുളിച്ച് കഴുകപ്പെട്ടവരായി നമ്മൾ കടന്നു വരുന്നു. മൂന്നാമതായി, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോഴാണ്. മത്തായി സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ചു, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞ് മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഡോക്ടർമാർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കുക, ഇനി ഒരു രക്ഷയുമില്ല, നിങ്ങളുടെ കുഞ്ഞ് 5-6 മണിക്കൂറിനകം മരിച്ചു പോകും. ഇത് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് നമ്മൾ ഇരിക്കപ്പുറത്തി കൊടുക്കത്തില്ല. കൃപയുടെ സിംഹാസനത്തിൽ നിന്നും ദൈവത്തെ നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കാനും നമുക്കറിയാം. എന്നാൽ വൈകുന്നേരം ഡോക്ടർ നമ്മളെ വിളിച്ചിട്ട് പറയാണ്, കുഴപ്പമില്ല കേട്ടോ, മറ്റന്നാ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തേക്കാം, കുഴപ്പമില്ല. ഇത് കേൾക്കുന്നതോടുകൂടി നമ്മുടെ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. ഒന്ന്, നമ്മൾ സ്വർഗം പിടിച്ചു കുലുക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു. 2, ഡോക്ടർ നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റപ്പോൾ നമ്മൾ പ്രാർത്ഥന വിട്ടുകളഞ്ഞു. ചോദ്യം ഇതാണ്, പാപത്തിന്റെ മേൽ വിജയം കിട്ടാൻ വേണ്ടി നമ്മൾ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്?
കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ പാപത്തെ പരാജയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, കർത്താവേ എന്റെ ആസക്തി നിറഞ്ഞ നോട്ടം, കർത്താവേ എന്റെ വെറുപ്പ്, കർത്താവെ എന്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കർത്താവെ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന അവസ്ഥകൾ, കർത്താവെ വീട്ടിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന അവസ്ഥകൾ, കർത്താവെ എന്റെ പരദൂഷണം പറയുന്ന അവസ്ഥകൾ, ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ രീതിയിൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഏതാനും ആഴ്ചകൾക്കകം നാം ഫലം കാണും. വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നുണ്ട്, നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്താൽ 6 മാസം കൊണ്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമുക്ക് എത്താൻ സാധിക്കും. എന്നാൽ നാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ 85 കൊല്ലം കഴിഞ്ഞാലും നിന്ന സ്ഥലത്ത് നിന്ന് ഒരടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധിക്ക് വേണ്ടി എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്? വാഴ്ത്തപ്പെട്ട മദർ തെരേസ ഇപ്രകാരം പറയുന്നു, ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമാണ്, അഥവാ ഫ്രൂട്ട് ആണ് വിശുദ്ധി. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലമാണ് വിശുദ്ധി. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പഠിപ്പിക്കുന്നു, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലെ കോപം തകരുന്നു, നമ്മിലെ വെറുപ്പ് തകരുന്നു, അഹങ്കാരം തകരുന്നു, പുണ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറയുന്നു, കൂടുതൽ പ്രാർത്ഥിക്കുന്നവൻ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുന്നു, അവന് കൂടുതൽ കൃപ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം 24 മണിക്കൂർ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മൊബൈൽ ഫോണിൽ നാം എത്ര നേരം സംസാരിക്കുന്നു? കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? ദൈവത്തിന് നമ്മൾ എത്ര സമയം കൊടുക്കുന്നു? 24 മണിക്കൂറിൽ നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുന്നു? കുടുംബത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുന്നു? മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര സമയം എടുക്കുന്നു? കർത്താവിന് നമ്മൾ എത്ര സമയം കൊടുക്കുന്നു? എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അഭിഷേകവും കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം വിശുദ്ധ അംബ്രോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു, ജാഗരിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ വലിയ നിധികൾ ദൈവം കൊടുക്കുന്നത്, അലസന്മാർക്ക് ദൈവം ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ദൈവം വിശുദ്ധിയിൽ വളർത്തുന്നു. 4-മതായി, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ 2 തരത്തിലാണ് വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഗലാത്യ ലേഖനം 5-ൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണ തന്നുകൊണ്ടിരിക്കും. അത് നോക്കരുത്, അത് വായിക്കരുത്, കമ്പ്യൂട്ടറിലെ ആ പ്രോഗ്രാം നീ കാണരുത്, ആ പുസ്തകം നീ വായിക്കരുത്, ആ പരസ്യത്തിൽ നീ നോക്കരുത്, ആ കാര്യം നീ പറയരുത്, ഇന്ന വ്യക്തി അടുത്ത് വരുമ്പോൾ നീ സ്ഥലം വിട്ടോണം, നിനക്ക് കുഴപ്പമുണ്ടാകും. ഇങ്ങനത്തെ ചില പ്രേരണകൾ കർത്താവ് നമുക്ക് തരുന്നു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പുറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക, ദിസ് ഇസ് ദ റൈറ്റ് വേ, ഇതാണ് ശരിയായ വഴി. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ പ്രവർത്തനം. നമ്മുടെ ഉള്ളിൽ പ്രേരണകൾ തന്നുകൊണ്ടിരിക്കും. എന്നാൽ നാം അതിനെ അവഗണിച്ച് കളഞ്ഞാൽ പിന്നീട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയില്ല. 2-ാമത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഗ്രേസ് തന്നുകൊണ്ടാണ്, അതായത് കൃപ തന്നുകൊണ്ടാണ്. കൃപ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ ഞാൻ പറഞ്ഞുതരാം. ഛർദിലും വയറ്റിളക്കവും മൂലം തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടേഴ്സ് ഡ്രിപ്പ് ഇടാനായിട്ട് പറയും. ഈ ഡ്രിപ്പ് കുഞ്ഞിന്റെ കയ്യിലൂടെ കയറി ഒരു 20 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ചിരിയും കളിയും ഒക്കെ തുടങ്ങുകയാണ്. അതായത് തളർന്നു കിടന്ന കുഞ്ഞ് സ്വന്തമായിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞ് ഡ്രിപ്പ് സെറ്റിലൂടെ ട്യൂബ് വഴി ഡ്രിപ്പ് അകത്തേക്ക് ഗ്ലൂക്കോസും മറ്റ് കാര്യങ്ങളും കയറിയപ്പോൾ ഒരു 15 മിനിറ്റിനകം കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, കൈയും കാലൂട്ട് അടിക്കാൻ തുടങ്ങി, അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. ആകെ ഒരു വ്യത്യാസം. ഇതാണ് കൃപ. പാപം മൂലം, പ്രലോഭനം മൂലം ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നു കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൃപയൊഴുക്കുമ്പോൾ ശക്തിയോടെ നമ്മൾ എഴുന്നേറ്റ് വരുന്നു, പാപത്തെ തോപ്പിക്കുന്നു, സ്വർഗത്തിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ 1-ാമത് ശബ്ദത്തിലൂടെ, പ്രേരണയിലൂടെ, 2-ാമത് കൃപയിലൂടെ. അതുകൊണ്ടാണ് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വ്യക്തമായിട്ട് ദൈവം പഠിപ്പിക്കുന്നു. 10-ാമത്തെ അധ്യായത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ഇത് വലിയ ഒരു വാഗ്ദാനമാണ്. അവസാനമായിട്ട്
സഹനങ്ങളിലൂടെ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്, എന്നാലും നമ്മൾ കേട്ടേ പറ്റൂ, കാരണം അത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലും ദൈവം സഹനത്തിലൂടെ കടത്തിവിട്ടു. പരിശുദ്ധ മറിയത്തെ കടത്തിവിട്ടു, ജോസഫിനെ കടത്തിവിട്ടു, വിശുദ്ധ കൊച്ചുത്രേസ്യയെ കടത്തിവിട്ടു. അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് വ്യത്യാസമാണ്. നമ്മളെയും ദൈവം നമുക്ക് താങ്ങാവുന്ന തരത്തിലുള്ള സഹനങ്ങളിലൂടെ കടത്തിവിട്ടാണ് വിശുദ്ധിയിലേക്ക് വളർത്തുന്നത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്റെ മകനെ, നീ കർത്താവിന്റെ ശിക്ഷണത്തെ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർണമായ ഫലം ലഭിക്കുന്നു. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? ദൈവം ഒരു കാര്യം കാണുകയാണ്. എന്റെ മകനെ, എന്റെ മകളെ ഈ ഒരു വേദനയിലൂടെ കടത്തിവിട്ടാൽ അവനിൽ ഇത്രമാത്രം ഗുണങ്ങൾ ഉണ്ടാകും, ദൈവിക സ്വഭാവം ഉണ്ടാകുമെന്ന് കണ്ടാൽ ദൈവം അത് ചെയ്യും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്: ചൂളയിൽ എന്നതുപോലെ ഒരുക്കി നിന്നെ ഞാൻ ശുദ്ധീകരിക്കും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഓരോരുത്തരെയും ഏത് വിധത്തിൽ വിശുദ്ധീകരിക്കണമെന്ന് ദൈവം അറിയുന്നു. എന്റെ സഹനങ്ങളല്ല നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ സഹനങ്ങളല്ല മാർപ്പാപ്പയുടെ സഹനങ്ങൾ, മാർപ്പാപ്പയുടെ സഹനമല്ല സുവിശേഷ പ്രഘോഷകന്റെ സഹനങ്ങൾ. എല്ലാം വ്യത്യാസമാണ്. ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മൾ എളിമയോടെ നിൽക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുമെന്നൊരു വാഗ്ദാനം 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. വേദനയിലൂടെ കടത്തിവിടുമ്പോൾ വലിയ ഫലങ്ങൾ നമ്മിലൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവം പലപ്പോഴും അത് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ എളിമപ്പെട്ട് നിന്നാൽ വരും നാളുകളിൽ വ്യക്തമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ വിശുദ്ധീകരണം. അതെന്നിൽ സംഭവിക്കുവാൻ അവിടുത്തെ രക്തം, അവിടുത്തെ വചനം, അവിടുത്തെ ആത്മാവ്, അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങളെല്ലാം എന്നിലൂടെ കടന്നുപോയി ഞാൻ പ്രകാശം കൊണ്ട് നിറയട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ